സുഹൃത്തുക്കളെ, സത്യം പറയാലോ, ഈ വീഡിയോ കാണുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചത് ഈ മുള്ളൻ പന്നി എന്ന് പറഞ്ഞ ജീവി ശരീരം കുടഞ്ഞു കഴിഞ്ഞാൽ അമ്പുകൾ വരുന്നത് പോലെ ദേഹത്തേക്ക് മുള്ളുകൾ തറച്ചു കയറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അമ്പുകൾ പോലെ പറന്നു വരുന്ന മുള്ളുകളാണ് ചെറുപ്പം മുതലേ മനസ്സിലുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇവയെ പിടിക്കാൻ ചെല്ലുമ്പോൾ തറഞ്ഞു കയറുന്ന മുള്ളുകളാണ്. ഇവയെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇരയുടെ മുഖത്തും കയ്യിലും കാലിലും ദേഹത്തും എവിടെയോ ഉണ്ടായിരുന്നു. പിന്നീട് എവിടെ പോയെന്ന് അറിയത്തില്ല. അത്യാവശ്യം ബലമുള്ള ഈ പണ്ടത്തെ എഴുത്താണിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മുള്ള്, അതിനെ പിടിച്ച് വളച്ചൊടിക്കുമ്പം ഒടിയുമല്ല ചെയ്യുന്നത്, ഒരു പ്ലാസ്റ്റിക് പോലെ ആകുന്നതായിട്ടാണ് നിൻ്റെ ഓർമ്മ. എന്തായാലും അറിവുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. ഇത്രയും കാലം മുള്ളൻപന്നിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അസ്ത്രങ്ങൾ പോലെ മുള്ളൻപന്നി എന്ന് പറഞ്ഞ ജീവി ശരീരം കുടഞ്ഞു കഴിഞ്ഞാൽ അമ്പുകൾ വരുന്നത് പോലെ ദേഹത്തേക്ക് മുള്ളുകൾ തറച്ചു കയറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അമ്പുകൾ പോലെ പറന്നു വരുന്ന മുള്ളുകളാണ് ചെറുപ്പം മുതലേ മനസ്സിലുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇവയെ പിടിക്കാൻ ചെല്ലുമ്പോൾ തറഞ്ഞു കയറുന്ന മുള്ളുകളാണ്. ഇവയെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇരയുടെ മുഖത്തും കയ്യിലും കാലിലും ദേഹത്തും എവിടെയോ ഉണ്ടായിരുന്നു. പിന്നീട് എവിടെ പോയെന്ന് അറിയത്തില്ല. അത്യാവശ്യം ബലമുള്ള ഈ പണ്ടത്തെ എഴുത്താണിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മുള്ള്, അതിനെ പിടിച്ച് വളച്ചൊടിക്കുമ്പം ഒടിയുമല്ല ചെയ്യുന്നത്, ഒരു പ്ലാസ്റ്റിക് പോലെ ആകുന്നതായിട്ടാണ് നിൻ്റെ ഓർമ്മ. എന്തായാലും അറിവുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടേ. ഇത്രയും കാലം മുള്ളൻപന്നിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അസ്ത്രങ്ങൾ പോലെ എയ്യുമെന്ന് വിചാരിച്ചിരുന്ന എന്നെപ്പോലത്തെ മഹാബുദ്ധിമാന്മാർ വേറെ ഉണ്ടാവുമല്ലോ.